ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ? 14 പ്രാവശ്യം വന്നിട്ടും ഒറ്റ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഗവൺമെന്റിലുള്ള ഈ സംഭവം വന്നത്. ഞങ്ങൾ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നറിയോ? ഇതിൻ്റെ അകത്ത് ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇരകളായിട്ടുള്ള ആളുകൾ, അവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഈ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗവൺമെന്റ് ചെയ്തതാണ്. 2 കൂട്ടരുമായിട്ട് സംസാരിച്ചു. AGയോട് അതിന്റെ നിയമപരമായ പൊസിഷൻ പരിശോധിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെ ഇടപെടാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. കുറച്ച് സമയം കൂടി ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഒരു വിഷയം വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയി മന്ത്രിമാര്, പഴയ ഗവൺമെന്റിലെ മന്ത്രിമാര് അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു ഇവരെല്ലാം? ഞാൻ അധികം രാഷ്ട്രീയമൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അല്ല, ഇതൊന്നും നിങ്ങളാരും പറയുന്നില്ല.